ലിജോ, ഈ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരുമായി സംസാരിച്ചിരുന്നോ? എഇഒ ഡിഇഒ തലത്തിലുള്ള ആരെങ്കിലുമായി? ഈ കൊല്ലം എയും മറ്റുമൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ലഭിക്കുന്നില്ല. അദ്ദേഹം ബിസിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും, ഒരുപക്ഷെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാകും അദ്ദേഹത്തെയും ബന്ധപ്പെടാൻ കഴിയാതിരിക്കുന്നത്. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധം, അതായത് അവിടെ നാട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു, ഇത്തരത്തിലൊരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. 13 വയസ്സുകാരൻ അതായത് ഷോക്കേറ്റ് ആകെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള തന്നെ ഷോക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഹൈ ടെൻഷൻ അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഊർജം കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു വൈദ്യുതി കമ്പികളാണ് അതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ കുഞ്ഞിന്റെ ശരീരം തട്ടുകയും അതിൽ ഷോക്കേറ്റുകയും ചെയ്തിട്ടുള്ളത്. കളക്ടറും മറ്റുമൊക്കെയായി ബന്ധപ്പെടാൻ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ തിരക്കിലാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരെങ്കിലും ഔദ്യോഗികമായി ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ഒരു കൃത്യമായി ഒരു വ്യക്തത ഇനി വരുത്തേണ്ടിയിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. തീർത്തും വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ആശുപത്രിയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീട്ടുകാർ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് രാവിലെ ഇതിനെ സ്കൂളിലേക്ക് അയച്ചത്. അതിന് സമീപത്ത് തന്നെയുള്ള മനുവിന്റെ മകനാണ് ഈ 13കാരനായിട്ടുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മിഥുൻ. അപ്പോൾ ആ സ്കൂളിലേക്ക് പോയി വൈകുന്നേരം വരുമെന്നൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടെ ഇരുന്നിടത്താണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇനി ആ വീട്ടുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഒരു അപകടം സംഭവിക്കുകയും ആ മകന്റെ ചേതനേറ്റ ശരീരമായി ഇനി ആ വീട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്രത്തോളം അവർക്ക് വേദനിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് കൃത്യമായി ഇതുവരെയും ഒരു മറുപടി ഈ കാര്യത്തിൽ ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ ലഭിക്കേണ്ടിയിരിക്കുന്നത്. അതിനുള്ള ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്കൂളിന്റെ അമ്മരും മറ്റൊക്കെ ബന്ധപ്പെടാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടും അതിനൊന്നും ഇതുവരെയും കൃത്യമായി അത് അറ്റൻഡ് ചെയ്യുകയോ അതിനൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ ഒരു 5 മിനിറ്റ് കഴിയുള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അജിംസ് നമുക്കിപ്പോൾ ഉള്ളത്. ശരി, എന്തായാലും ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. KSEB കൊല്ലം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി DPIയോടും റിപ്പോർട്ട് തേടിയിരുന്നു. എന്തായാലും അനാസ്ഥ ഇവിടെ വ്യക്തമാണ്. ഒന്ന് KSEBയുടെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ, മറ്റൊന്ന് PWD വകുപ്പിൽ നിന്നുള്ള അനാസ്ഥ, മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള അനാസ്ഥ. 3 വകുപ്പുകൾ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം ഈ ഷെഡ് നിർമ്മിക്കാൻ ആരാണ് അനുമതി നൽകിയത്? 10 വർഷമായി ഷെഡ് നിർമ്മിച്ച് എന്ന് പറയുന്നു എങ്കിൽ ഈ ഇലക്ട്രിക് ലൈനിന് കീഴിൽ ഈ അലൂമിനിയം ഷീറ്റിട്ട ഈ നിർമ്മിതിക്ക് ആരനുമതി നൽകി എന്ന ചോദ്യത്തിന് പഞ്ചായത്ത് അധികൃതർ മറുപടി പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ ഒരു നിർമ്മിതി ഇവിടെ ഉണ്ടായിരിക്കെ ഇത്രയും താഴ്ന്ന ഇലക്ട്രിക് ലൈനുകൾ പോകുമ്പോൾ ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചതിന് PWD മറുപടി പറയേണ്ടതാണ്. കാരണം സ്കൂൾ കെട്ടിടങ്ങളിലെ ഉൾപ്പെടെയുള്ള ഫിറ്റ്നസ് പരിശോധിക്കുന്ന പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. മൂന്നാമത്തെ കാര്യം, ഇതിൽ KSEBയുടെ അനാസ്ഥയാണ്. ഈ ലൈൻ ഇത്രയും താഴ്ന്നു കിടന്നിട്ടും നാട്ടുകാർ പലപ്പോഴായി ഇക്കാര്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും ഈ ലൈൻ വലിച്ചു കെട്ടാൻ അവർ തയ്യാറായിട്ടില്ല. അതും ഒരു ഹൈ ടെൻഷൻ ലൈൻ, ഒരു 3 ഫേസ് ലൈനാണ് അതെന്ന് കാണുന്നു. ഒരു 3 ഫേസ് ലൈൻ ഇങ്ങനെ ഇത്രയും താഴ്ന്നു കിടന്നിട്ട് അത് വലിച്ചു കെട്ടാൻ KSEB കാണിച്ച അനാസ്ഥ വളരെ ഗ്ലെയറിംഗ് ആണ്. അപ്പോൾ 3 വകുപ്പുകൾ ഇതിൽ മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ 2 വകുപ്പ് മന്ത്രിമാർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മറ്റൊന്ന് വൈദ്യുതി മന്ത്രിയും. ഈ 2 കാര്യങ്ങളിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആയിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കാണാം. കാരണം ഇത്രയും സുരക്ഷിതമല്ലാതെ ഒരു ഇലക്ട്രിക് ലൈൻ പോകുന്നിടത്ത് ഒരു അനുമതിയും കൂടാതെ അവർ ആ ഷെഡ് നിർമ്മിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ അനാസ്ഥ. 2, ഇലക്ട്രിക് ലൈൻ ഇത്രയും താഴ്ന്നു കിടക്കുന്ന സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് തന്നെ KSEBയോട് ആവശ്യപ്പെടാമായിരുന്നു, ആ ലൈൻ വലിച്ചു കെട്ടണം, ഇത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന കാര്യം അവർക്ക് ചൂണ്ടിക്കാട്ടാമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഉണ്ടായിരുന്ന അനാസ്ഥയുടെ ഇരയായി മാറുകയാണ് മിഥുൻ എന്ന 13 വയസ്സുകാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ ഇത്രയും അനാസ്ഥ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവരതിലൊരു നടപടിയും സ്വീകരിച്ചില്ല. 10 വർഷമായ ആ ഷെഡ് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഒരു കുട്ടി ആ ഷെഡിന് മുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് സാഹസികമാണ്. കാരണം ഒരു കെട്ടിടത്തിന് മുകളിലൂടെ വേണം അവിടെ കടന്നെത്താൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയുണ്ടായിട്ടില്ല, സ്കൂൾ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയുണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രയും അലംഭാവം കാണിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്, പൊതുവെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന് കാണാം. കാരണം ഇത്രയും അപകടമുണ്ടായിട്ടും നാട്ടുകാർ ഇത് ചൂണ്ടിക്കാട്ടുകയും അത് തിരുത്താനും ശ്രമിച്ചിട്ടില്ല. അവർ വാക്കാൽ പരാതിപ്പെട്ടു എന്ന് പറയുന്നു.
പക്ഷേ അവിടുത്തെ PTA ഉണ്ടല്ലോ, PTA എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം, നാട്ടുകാരെന്തെടുക്കുകയായിരുന്നു, പഞ്ചായത്ത് എന്തെടുക്കുകയായിരുന്നു.